മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. ഈ വനിതാ ദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഉദ്യോഗസ്ഥ കൂടിയായ ഒരു കർഷകയാണ്. പരിചയപ്പെടാം. ചെറുതാഴം കുളപ്പുറം സ്വദേശിയായ ജ്യോതി ചേച്ചിയെ. ചേച്ചി ഒരു ജോലി ചെയ്യുന്നുണ്ടല്ലേ? അപ്പൊ ഈ ഒരു കൃഷിയും ആ ജോലിയൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? എങ്ങനെയൊക്കെ ടൈം മാനേജ് ചെയ്യുന്നത്? സമയം ആദ്യം ഇത് നടുന്ന സമയത്തൊക്കെ ഉള്ളൊരു കുറച്ച് സമയം ആവശ്യമുള്ളൂ. ഇത് വളർന്ന് പിന്നെ അതിനധികം സമയം നമ്മൾ കൊടുക്കേണ്ടി വരത്തില്ല. ആദ്യം ഇതൊക്കെ ഒന്ന് റെഡിയാക്കുന്നത് വരെ ഒരു കുറച്ച് അതും ഇതിനിടയ്ക്ക് സമയം കണ്ടെത്തുന്നുണ്ട്. ഓക്കെ, പരിമിതമായ സ്ഥലത്താണ് അല്ലെ ഈ ഒരു കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു കൃഷി മേഖലയിലേക്ക് എത്തിപ്പെട്ടത്? എങ്ങനെയാണ്? കൂടുതലും കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം എന്നുള്ളൊരിത്, പിന്നെ നല്ല ഭക്ഷണം കഴിക്കണം, നല്ല പച്ചക്കറിയൊക്കെ. ഇപ്പൊ വിൽപ്പനയുണ്ടോ ഈ പച്ചക്കറി? ഉണ്ട്. ഓക്കെ, ഈ ഒരു വർഷം ഏകദേശം എത്രത്തോളം പച്ചക്കറികൾ ലഭ്യമായിട്ടുണ്ട്? ഇപ്പം നിലവിലൊരു 4000 രൂപ പച്ചക്കറി കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു കൃഷി മേഖലയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? ഈ ഒരു ജോലിക്കിടയിലും ഇതിനോട് എനിക്ക് ഭയങ്കരമായൊരു ഇഷ്ടമാണ്. ആദ്യം ഒരു 4 ഗ്രോ ബാഗ് കടന്നപ്പള്ളി പഞ്ചായത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടി. അതിൽ പച്ചക്കറി നട്ടു. നട്ടതിൽ നിന്നൊരു കാ കിട്ടി തുടങ്ങിയപ്പോഴത്തേക്കും അതിനോട് ഭയങ്കര ഇഷ്ടം തോന്നി. പിന്നീട് അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കൂടുതലായിട്ട് ഇപ്പോൾ ഇതൊരു ഭയങ്കര ഒരു പാഷനാണ് എനിക്ക്. ഓക്കെ, ഈ ഒരു പാഷൻ ഉൾക്കൊണ്ടുകൊണ്ട് പലരും ഇതൊരു പ്രചോദനമായി ഏറ്റെടുത്തിട്ടുണ്ട് അല്ലെ? ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് സന്ദർശിച്ച ശേഷം കൃഷി തുടങ്ങിയിട്ടുണ്ട് അല്ലെ? എന്താ കുറേ പേര് വന്നിട്ടുണ്ട്. അതിലിപ്പം നരീക്കമ്പള്ളി 2 പേര് സ്റ്റാർട്ട് ചെയ്തു. അവരാണെങ്കിൽ ഒരാളുടെ പേര് ആശേച്ചി എന്നാണ്. പുള്ളിക്കാരി ഫുൾ ടൈം തയ്യലാണ്. രാത്രി 7:00-ക്കാണ് തിരിച്ച് വീട്ടിലെത്തുന്നത്. എന്നാൽ പോലും ആ പരിമിതമായ സ്ഥലത്ത് നല്ല ഗംഭീരമായിട്ട് ഒരു 10-15 കൂട്ടം പച്ചക്കറി നട്ടു. ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും. എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കാം പ്രേക്ഷകർക്ക് വേണ്ടി. ഞാൻ വെറ്റിനറിയിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, എന്തായാലും ജ്യോതി ചേച്ചി ഈ ഒരു വനിതാ ദിനത്തിൽ എല്ലാ വനിതകൾക്കും ഒരു പ്രചോദനം തന്നെയാണ്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്.